പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് ജൂലൈ മാസം 22-ാം തീയതി. ഇന്ന് പരിശുദ്ധാത്മാവ് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വചന ഭാഗങ്ങളിലൂടെയാണ്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യനു വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യപ്പെട്ടുവെങ്കിൽ രമ്യപ്പെട്ടതിൻ്റെ ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നത് തീർച്ച. പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, നാം ബലഹീനരും പാപികളുമായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നിർണയിക്കപ്പെട്ട സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുക എന്നുള്ളത് പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും ഒരാൾ മരിച്ചേക്കാം. അവിടെയാണ് പാപികളായിരിക്കുന്ന നമുക്ക് വേണ്ടി ക്രിസ്തു മരിക്കുന്നതായി നാം കാണുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ മരണം വഴിയായി സ്വർഗത്തിലെ പിതാവാം ദൈവം തൻ്റെ സ്നേഹം പ്രകടമാക്കുകയാണ്. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ, യേശു കർത്താവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം, യേശു കർത്താവ് മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലമാണ്. നമ്മുടെ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടോ യോഗ്യതകൾ കൊണ്ടോ ഒന്നുമല്ല. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ പരമമായ ബലിയുടെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലാണ് നാം ഓരോരുത്തരും നീതിമാന്മാരായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൻ മൂലം വരുവാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് നാം രക്ഷിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പു നൽകുന്നു. നാം ശത്രുക്കളായിരിക്കുമ്പോൾ അവിടുത്തെ പുത്രൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ പിതാവാം ദൈവവുമായിട്ട് നാം രമ്യപ്പെട്ടുവെങ്കിൽ, അങ്ങനെ രമ്യപ്പെട്ടതിൻ്റെ ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നുള്ളത് തീർച്ച എന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവാം ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മശക്തി, നിത്യജീവൻ്റെ ശക്തി നമ്മെ എന്നേക്കുമായിട്ട് നിത്യജീവൻ്റെ അവകാശത്തിലേക്ക്, നിത്യരക്ഷയിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കുമെന്നുള്ളത് തീർച്ച എന്ന പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ സഹോദരങ്ങളെ, നാം പാപികളും ശത്രുക്കളുമായിരിക്കുമ്പോൾ ദൈവം നമ്മോട് കാണിച്ചതായ ഈ വലിയ സ്നേഹം, കർത്താവ് യേശു ക്രിസ്തു പാപികളായ നമുക്ക് വേണ്ടി മരിക്കുകയും തൻ്റെ രക്തത്താൽ നമ്മെ നീതീകരിക്കുകയും നിത്യ രാജ്യത്തിൻ്റെ അവകാശികളായി നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്തുവെങ്കിൽ നമുക്ക് ലഭിച്ചതായ ഈ വലിയ ഭാഗ്യം, ഈ വലിയ മഹത്വത്തിൻ്റെ സ്ഥാനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനും, നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളെ, വീണുപോയവരെ, പാപത്തിലും ബലഹീനതകളിലും പൈശാചിക ബന്ധനത്തിലും കഴിയുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനും അവർക്ക് വേണ്ടി
നമ്മുടെ ജീവൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലൂടെ അനേകരിലേക്ക് പകർന്നു ചെല്ലുവാൻ തക്കവണ്ണം പിതാവാം ദൈവത്തിന് ഇഷ്ടമുള്ള ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അർഹരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ലഭിക്കത്തക്കവണ്ണം ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.